സമ്മർ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറ്റലിക്ക് വരുന്നത് ഇറ്റലിയുടെ ബ്യൂട്ടിഫുൾ ബീച്ചസ് കാണാനാണ്. മെയിനായിട്ട് സൊറന്തോ, അമാൽഫി, കാപ്രിയൊക്കെ. അപ്പം ഞങ്ങളും ഈ വട്ടത്തെ സമ്മർ ട്രിപ്പ് അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു. നേപ്പിൾസ് വഴിയാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് ഇവിടുന്ന് 9 മണിക്കൂറുണ്ട് നേപ്പിൾസിലേക്ക്. ബസ് അത്യാവശ്യം നല്ല ബസ്സാണ്. ഞങ്ങൾക്ക് അപ്പർ സൈഡിലാണ് സീറ്റ് കിട്ടിയത്. ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ബസ്സിനാണ് ഫെയർ കുറവ്. അതാണ് ബസ് എടുത്തത്. ഈ ബസ്സിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ബസ്സിനകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സ്നാക്സ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ആൾ നല്ല ഉറക്കമാണ്. ഞങ്ങൾ ഏറെക്കുറെ എത്തി നേപ്പിൾസ്. ഞങ്ങൾ അവസാനം നേപ്പിൾസ് എത്തി, ലഗേജൊക്കെ എടുത്തു. ഇനി ട്രെയിൻ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ. നേപ്പിൾസിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് കാപ്പച്ചിനോ ആണ്. അതും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു കഫേ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോല്യത്തെല്ല എന്ന് പറയും. അത് നേപ്പിൾസിലെ ഒരു ഫേമസ് സ്വീറ്റാണ്. ഇറ്റലിയിലെ എല്ലാ ഭാഗത്തുണ്ടെങ്കിലും അതിൻ്റെ ഒറിജിൻ നേപ്പിൾസിലാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ സോല്യത്തെല്ല ഉണ്ടാക്കിയിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കിട്ടിയ ഒരു കഫേയിലാണ് ഞങ്ങളുള്ളത്. ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഈ കാണുന്ന സാധനമാണ് സോല്യത്തെല്ല. അത് വേൾഡിലെ ഏറ്റവും വലിയ സോല്യത്തെല്ല ഉണ്ടാക്കിയതിനാണ് ഇവർക്ക് അവാർഡ് കിട്ടിയത്. ഇതാണ് സോല്യത്തെല്ല എന്ന് പറയുന്നത്. നോർമലി ഇതിൻ്റെ ക്ലാസിക് ഷേപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. പക്ഷേ ഇവരിതിൻ്റെ വേറെ വെറൈറ്റി രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫില്ലിങ്സ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പിസ്താക്യം ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ക്രേംസ് ഉണ്ട്. സോ നമുക്ക് നോക്കിയിട്ട് കഴിക്കാം. ഇവിടെ അതുകൂടാതെ ഒത്തിരി സ്വീറ്റ്സ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേമസ് സോല്യത്തെല്ല. നമ്മുടെ നാട്ടിലെ ഒരു പപ്സൊക്കെ പോലെയാണ്, പക്ഷെ കുറച്ചുകൂടെ ക്രഞ്ചിയാണ്. ഉള്ളിൽ സ്വീറ്റ് ആയിരിക്കും. ഒരാളിവിടെ കൊതിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ആൾക്ക് കൊണ്ടു കൊടുക്കാം. നേപ്പിൾസിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഈ ഒരു സാധനം ട്രൈ നോക്കട്ടെ. ഇത് നല്ല ക്രഞ്ചിയാണ് കേട്ടോ. നല്ല ക്രഞ്ചി അല്ലേ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? 1987 മുതൽ ഈ കഫറ്റേരിയ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് നേപ്പിൾസ് റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് ഒരു 50 മീറ്റർ 100 മീറ്റർ മാറിയിട്ടാണ് ഈ കഫറ്റേരിയ ഉള്ളത്. നേപ്പിൾസ് വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഇതാണ് നേപ്പിൾസിലെ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് ട്രെയിൻ പിടിച്ചു വേണം സൊറന്തോയ്ക്ക് അമാൽഫിക്കൊക്കെ പോകാൻ. എല്ലാവരും ട്രെയിനിൽ കയറാൻ ചാടി റെഡിയായിട്ട് നിൽക്കുകയാണ്. നേപ്പിൾസ് ഇനി ഒരു 1 അവർ ട്രാവൽ കൂടിയുണ്ട് നമുക്ക് സൊറണ്ടോ എത്താനായിട്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക്, അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. മെട്രോ അല്ല, ഇത് ഷട്ടിൽ ട്രെയിൻസ് പോണതാണ്. നല്ല തിരക്കുണ്ട്. വീക്ക് ഡേയ്സ് ആയിട്ട് കൂടി ഒത്തിരി ആൾക്കാരുണ്ട്. മൊത്തം ടൂറിസ്റ്റുകളാണ്, ഇറ്റാലിയൻസ് അല്ല. ഇറ്റലിയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ പോംബെ, സൊറന്തോ, അമാൽഫി കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ നല്ല തിരക്കുണ്ട്. സീറ്റ് പിടിക്കാൻ തന്നെ നമ്മളെ ബോംബെയിലെ ലോക്കൽ ട്രെയിനിൽ സീറ്റ് പിടിക്കണ പോലെ ചാടിക്കയറി പിടിക്കണം. ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ വരുന്നുണ്ട്. എല്ലാവരും ട്രെയിനിൽ കയറാൻ ചാടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ചെറിയ ട്രെയിനാണ്, സീറ്റ് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും തിരക്ക് കൂട്ടുന്നത്. നമുക്ക് നാട്ടിൽ നിന്ന് ട്രെയിനിൽ കയറി പരിചയമുണ്ട്. ആദ്യം ചാടിക്കയറി സീറ്റ് പിടിച്ചു. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും സീറ്റ് കിട്ടട്ടെ. ശരിക്കൊരു ടൂറിസ്റ്റ് ബസ്സിൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകില്ല, അതേ ഫീലിങ്സ് ആണ്. എല്ലാവരും ഇരിക്കണത് എല്ലാവരും ടൂറിസ്റ്റുകളാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന ആൾക്കാർ. ട്രെയിനിൽ പാട്ടൊക്കെ ഉണ്ട്. മൊത്തം ഹാപ്പി സോൾ. ഒരു ട്രെയിൻ നിറച്ചു. അങ്ങനെ ഞങ്ങളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, സൊറന്തോ. എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ടാവും. സോ നമുക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ഒന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇറ്റലിയിൽ പൊതുവെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കില്ലെങ്കിലും ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസസ് എല്ലാം അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് ഒരു ട്രാവൽ ഗൈഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സൊറന്തോയുടെയും മാപ്പ് മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് പോകേണ്ടത്, എവിടെയാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ ഉണ്ട്. സൊറന്തോ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി ആദ്യം കാണാൻ പറ്റുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ചിത്രമാണ്. ഇത് പെയിൻറ്റിംഗ് ആണ്, ഫോട്ടോഗ്രാഫി അല്ല. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം സൊറന്തോ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ.